ഹലോ മൈ ഫാമിലി, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നത് ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയതിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഈ തെസ്നി എപ്പോഴും എന്നോട് പറയായിരുന്നു, ഉമ്മിച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവർക്കും ഉമ്മിച്ചിനെ കാണാനൊക്കെ ഭയങ്കര ഇതുണ്ട്, അതുകൊണ്ട് യൂട്യൂബ് കാണും ഉമ്മിച്ചിനെ മക്കളെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് നാളായി അവള് പറയാൻ തുടങ്ങിയിട്ട്. പിന്നെ എനിക്ക് ടൈം ഉണ്ടാവും ഒന്നും അറിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല. പിന്നെ അവളിങ്ങനെ പുഷ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, ഒന്ന് തുടങ്ങാന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയാന്ന്. അപ്പോൾ തുടങ്ങി തെസ്നിയുടെ വർത്താനം കൊണ്ട് തന്നെ തുടങ്ങി. അതിലിപ്പോൾ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സപ്പോർട്ട്, നിങ്ങളുടെ അത്രയ്ക്ക് സപ്പോർട്ട് എനിക്കുണ്ട്, എനിക്കും എൻ്റെ മക്കൾക്കും ഉണ്ട്. അത് ഇത്രയും പെട്ടെന്ന് 11,000 സബ്സ്ക്രൈബേഴ്സായി എനിക്ക്. ഇത്രയും പെട്ടെന്ന് ഇത്രയാകുന്നു. നിങ്ങൾ എന്നെ എൻ്റെ കുടുംബത്തെ ഇങ്ങനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് നിങ്ങളോട് എങ്ങനെയെങ്കിലും ഒന്ന് നേരിട്ടൊന്ന് നന്ദി പറയണം എന്നുള്ള, എപ്പോഴൊന്നും നേരിട്ട് നന്ദി പറയാൻ പറ്റണേന്നുള്ള ഒരു ഒരു ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നേരിട്ട് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ഒരുപാട് താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. അത് മാത്രമല്ല, ഞാനിങ്ങനെ ജയജുട്ടൻ്റെയും ബാസിനോടൊക്കെ ഇങ്ങനെ 11,000 സബ്സ്ക്രൈബേഴ്സായി അവരെടുത്ത് നോക്കുമ്പോൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മോമ്മി, നമ്മുടെ ഇന്ത്യക്കാർ എന്ത് നല്ല ആൾക്കാരല്ലേ, അവരിങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമല്ലോ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മോമ്മീനൊക്കെ എന്ത് ഇഷ്ടം എല്ലാവർക്കും. നമുക്ക് അവരെയൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ മമ്മി എന്നൊക്കെ പറയാനോട്. ഞാൻ പറയും എല്ലാവരും ഒന്നും കാണാൻ പറ്റില്ല, നമുക്ക് പരമാവധി കാണാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് അവരോട് ഇങ്ങനെ പറയും. പിന്നെ തെസ്നി ഇങ്ങനെ എന്നോട് ചോദിക്കും, ഉമ്മിച്ചി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഈ താങ്ക്സ് പറഞ്ഞ് മെസ്സേജ് വീഡിയോ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അതായത് അമേരിക്കയിലുള്ള വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു നിസ്സാര കാര്യം ചെയ്താലും അവർക്ക് താങ്ക്സ് പറയൽ നിർബന്ധമാണ്. അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ഞാൻ എഗീൻ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ താങ്ക്സ് പറയും, എൻ്റെ മക്കളായാലും പറയും. അപ്പം ഇത് നിസ്സാര കാര്യമല്ല, ഇതൊരു വലിയ കാര്യം തന്നെയാണ് നിങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിനും വേണ്ടി ചെയ്തു തരുന്നത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബ് ചാനലായാലും വിജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ഈ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ എടുക്കാനായാലും ഇപ്പം കാറിൽ വന്നിട്ടായിരിക്കും എടുക്കുന്നത്. അതായത് ബ്രേക്ക് റൂം, ഇപ്പം 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട് എനിക്ക്. 15 മിനിറ്റ് ബ്രേക്ക് വന്ന സമയത്ത് വേഗം ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാൻ. അപ്പോൾ കാറിൽ ഇരുന്നിട്ട് എടുക്കുന്നത് ഭയങ്കര ചൂടാണെന്ന്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞ് 100 ഡിഗ്രി ഉണ്ട്. ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബ്രേക്ക് റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റാഫിങ് കയറി ഇറങ്ങി എനിക്ക് വീഡിയോ എടുക്കാനൊരു സംസാരിക്കുമ്പോൾ അവർ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ അതിലെങ്കിൽ ആയി പോവാതിരിക്കാൻ നിങ്ങളോട് സംസാരിക്കുന്ന ടൈം നിങ്ങളുടെ അടുത്ത് മാത്രം, ആ ടൈം നിങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ മാത്രം. എനിക്ക് നേരിട്ട് കാണണമെന്ന് സംസാരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. അത് ഇൻഷാല്ലാ നടക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. ആർക്കൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ ഈ ടൈമില്ലാത്ത ടൈമിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് ലോങ് വീഡിയോ ഒന്നും ഞാൻ ഇടാൻ നോക്കണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കായാലും ഇപ്പം ആർക്കായാലും എല്ലാവർക്കും അവരവൻ്റെതായ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അതായത് എല്ലാവർക്കും ബിസിയാണ്, എല്ലാവർക്കും മക്കളുണ്ട്, ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ലോങ് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, മുഷിപ്പിക്കാൻ പാടില്ലല്ലോ. നിങ്ങളുടെ ഈ സ്നേഹത്തിനൊന്നും ഒരു മാറ്റവും വരാൻ പാടില്ല, അത്രേ എനിക്ക് ഉള്ളൂ. ഇപ്പം അതുപോലെ തന്നെ തെസ്നി എന്നെ കളിയാക്കും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട്, മമ്മി ഇന്ന് താങ്ക്സ് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടില്ലേന്ന് ചോദിക്കും. അപ്പം ഞാൻ റെഡി, ഇവിടെ അമേരിക്കയിൽ അങ്ങനെ ആയിപ്പോയി, ഞാനങ്ങനെ പഠിച്ച് ശീലിച്ചു പോയി. ചെറിയ കാര്യം ചെയ്താൽ പോലും ഇങ്ങനെ നന്ദി പറഞ്ഞ് പഠിച്ചത് കൊണ്ട് തന്നെ ഇപ്പം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ എന്തോരം നന്ദി പറഞ്ഞാലും അടി മതിയാവണമെന്നും പറഞ്ഞ് ഞാൻ അവളോട് ഇങ്ങനെ പറയും. പിന്നെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഒരുപാട് ടൈമൊന്നും എനിക്ക് കിട്ടാറില്ല. ഞാൻ ടൈം കിട്ടുന്ന സമയത്ത് ഡ്യൂട്ടി ടൈമിലൊക്കെ കുറച്ച് ടൈം കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് മെസ്സേജ് എടുത്ത് നോക്കും, നിങ്ങൾ അയച്ചിരിക്കുന്ന മെസ്സേജ് കാണാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഇങ്ങനെ മെസ്സേജ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. കാരണം മെസ്സേജ് നോക്കാൻ കാരണം ഒരു ചെറിയ റിപ്ലൈ ആയാലും തന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളെ ഇത്രയും സ്നേഹിക്കുമ്പോൾ ഒരു മെസ്സേജിലെങ്കിലും ഒരു റിപ്ലൈ തരണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ തരാൻ ഞാൻ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ മെസ്സേജ് കാണുമ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. എൻ്റെയും മക്കളുടെയും വിശേഷങ്ങൾ അറിയാൻ അമേരിക്കയിൽ ഞങ്ങളിവിടെ ഞാൻ അതിക്ക് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും ബാബാസും ജയജുട്ടനും മാത്രമാണ് ഇവിടെ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒറ്റയ്ക്കാന്നുള്ളൊരു ഫീലിംഗ് ഒരുപാട് ഞങ്ങൾക്ക് വരാറുണ്ട്. പിന്നെ പിള്ളേർക്ക് അത്ര വരാറില്ല, കാരണം അവർക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല, ഞാനൊരു പ്രത്യേക ടൈപ്പാണ്. പിന്നെ അതുകൊണ്ട് അവർക്ക് അത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, പുറത്തൊക്കെ പോകും അവർ ഒരുമിച്ചെന്നല്ലാതെ അവർക്ക് അത്ര ഫീൽ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ചില സമയത്ത് നന്നായിട്ട് ഒറ്റയ്ക്കാന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് വരാറുണ്ട്. ആ സമയത്ത് ഞാൻ ഇപ്പൊ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാന്നുള്ള ഫീൽ വരുമ്പോൾ മെസ്സേജുകൾ എടുത്ത് നോക്കും. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഒരുപാട് ഫാമിലി ഉണ്ട് എൻ്റെ കൂടെ. എൻ്റെ സിസ്റ്റർ, ബ്രദർ, മദർ, ഫാദർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് അധികം സങ്കടം വരാറില്ല ഇപ്പം. അപ്പോൾ എൻ്റെയും മക്കളുടെയും അമേരിക്കയിലത്തെ വിശേഷങ്ങൾ ഇടാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോം ടൂർ ഞാൻ ഇടാം. ഞാൻ ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എനിക്കത് കൃത്യമായിട്ട് അതൊന്ന് ഒന്ന് ഇതായിട്ട് വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, വീട്ടിൽ കുറച്ച് ഓർഗനൈസൊക്കെ ചെയ്യാനുണ്ട്, എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ എടുക്കണത് ഒന്ന് ശരിയാവാനുണ്ട്. കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുള്ള ശീലമൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ജനിച്ചപ്പം മുതൽ ഈ സമയം വരെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിത ചരിത്രം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജീവിച്ച ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഹോം ടൂർ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും. എന്താ ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ബാബാസും ജയജുട്ടനും നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഫുഡ് ഉണ്ടാക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജിൽ കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് അത് കഴിക്കുകയാണ്. പിന്നെ ഒരു നേരം ഞാൻ ചോറ് തിന്നാറുള്ളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിക്കാറുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കാണാറുണ്ടല്ലോ, എന്തെങ്കിലും നട്ട്സും കോഫി അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ രാത്രി കഴിക്കില്ല. ഉച്ചയ്ക്ക് ചോറ് ഡ്രൈവ് ചെയ്യാൻ പോണ ദിവസം എനിക്ക് ഒരിക്കലും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയം കിട്ടാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ നമ്മുടെ കറികൾക്കൊക്കെ ഇച്ചിരി സ്മെല്ലല്ലേ. അപ്പം ഞാൻ ചോറ് കൊണ്ടുപോകാറില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസഞ്ചർക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ. അവരങ്ങനത്തെ ഭക്ഷണമൊന്നും കഴിക്കാത്ത ആൾക്കാരല്ലേ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സ്നാക്കിലോ ഫ്രൂട്ട്സില് അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ വൈകിട്ടാവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്, രാത്രിയിലാവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. വീട്ടിലെത്തി കഴിയുമ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചോറ് തിന്നിട്ടാണ് പിന്നെ കുളിക്കലും നിസ്കരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ദിവസം ഞാൻ കല്ലാഹ് വീട്ടിലാണ്. അല്ലാത്ത ദിവസങ്ങളിൽ, ഡ്യൂട്ടിക്ക് വരുന്ന ദിവസങ്ങളിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ, അങ്ങനെ ഒരു റാഹത്തുണ്ട്. പക്ഷെ ഞാൻ രാവിലെ ഒരുപാട് ഡ്രൈവിങ്ങിന് പോകാറില്ല. അത്രയും എന്താ പറയാ, നിങ്ങളോട് ഇപ്പൊ എങ്ങനെ പറയേണ്ടത്, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് എനിക്ക് അറിയാറില്ല. ഞാൻ ഡ്രൈവിങ്ങിന് പോകുന്ന സമയത്ത് നിസ്കാരം എല്ലാം കൂടെ വന്നിട്ട് രാത്രിയിൽ കല്ലാ വീട്ടിലാണ്. സുബഹി എന്തായാലും നിസ്കരിക്കാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ഇവിടുത്തെ ടൈമിങ് ഭയങ്കര മാറ്റമാണല്ലോ. ഒന്നാമത് ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാറ്റമായതുകൊണ്ട് തന്നെ ചില സമയത്ത് കള്ളാവില്ല. മഹരിബൊന്നും കള്ളാവാൻ സാധ്യതയില്ല. മഹരിബ് ഇഷാവൊന്നും കള്ളാവില്ല. പിന്നെ ളുഹർ അസ്ർ മാത്രമാണ് കൂടുതൽ കള്ളാറുള്ളൂ ഡ്രൈവിങ്ങിന് പോണ ദിവസം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ
ജീവിതകഥയും ബാക്കി ഞാൻ ഒരുപാട് എൻ്റെ ലൈഫ് ചരിത്രങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബാക്കി തുടങ്ങി കുറച്ച് ആളുകൾ മെസ്സേജ് ഇട്ടത് ഞാൻ കണ്ടു. ബാക്കി കഥയും കൂടെ പറയാം, ബാക്കി കഥയും പോട്ടെ, ബാക്കി എൻ്റെ ലൈഫ് സ്റ്റോറിയും കൂടെ പറയാൻ പറഞ്ഞിട്ട് അത് ഞാൻ എത്രയും പെട്ടെന്ന് പറയുന്നതായിരിക്കും. പിന്നെ എന്തായാലും ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചൂടാണ്, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല എൻ്റെ 15 മിനിറ്റ് കഴിയാനായി. ഞാൻ ഈ 15 മിനിറ്റുള്ള ടൈമിൽ വീഡിയോ എടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് ബ്രേക്ക് ടൈം ഉണ്ട്. ആ ടൈമിൽ ഇപ്പം വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. 15 മിനിറ്റ് ഉണ്ടെന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ, പതുക്കെ ഭക്ഷണം കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പം ഞാൻ 15 മിനിറ്റ് ഭക്ഷണം കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പം 15 മിനിറ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. പിന്നെ എല്ലാവരോടും ഞാനും എൻ്റെ മക്കളും ഒരുപാട് താങ്ക്സ് പറയുന്നു. ഞാൻ വീണ്ടും വരാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ പിന്നെ കാണാം കേട്ടോ. ഓക്കെ എന്നാൽ